ഇന്നുണ്ടല്ലോ ഇന്ന് ഞാനിവിടെ വീടിൻ്റെ അകത്ത് വെച്ചേക്കുന്ന കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പതിയെ ചെടിച്ചട്ടിയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴയ മണ്ണുകളൊക്കെ ഇങ്ങനെ അങ്ങ് തട്ടിക്കളയും കേട്ടോ. ഈ കോലത്തിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഈ ചെടി ഇതുപോലെ തന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ഇട്ട് മുക്കൂട്ടോ, ഇഞ്ഞ് പൊക്കിയെടുക്കും. ലക്കി ബാമ്പു എന്ന് പറയുന്ന പോലെ ഇത് ഒരു ലക്കി പ്ലാന്റ് ആണ്. ഒരു ഗുഡ് ലക്ക് തരുന്ന ഒരു പ്ലാന്റ് ആണ്. 10 വർഷം പഴക്കമുള്ളൊരു പ്ലാന്റ് ആണ്. വെള്ളത്തിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏത് പോട്ടിലാണോ വച്ച് കൊടുക്കേണ്ടത് ഒരു ലെയർ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തോടുണ്ട്. ഈ മുട്ടയുടെ തോട് ഞാൻ ഒരിക്കലും കളയാറില്ല കേട്ടോ. കൂട്ടി വെച്ചിട്ട് പൊടിച്ച് ഇതുപോലെ ടിന്നിനകത്താക്കി വയ്ക്കും കേട്ടോ. എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഓരോ ടേബിൾ സ്പൂൺ വീതം കമ്പോസ്റ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. 3 മാസം മുതൽ ഒരു 6 മാസം കൂടുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇറക്കി വെച്ച് കൊടുത്ത് വീണ്ടും കമ്പോസ്റ്റ് ഇട്ട് നിറയ്ക്കുവാണ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഒരു ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ലക്കി ബാമ്പു വെക്കില്ലേ, അതുപോലെ തന്നെ മേടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ലക്കി പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരെണ്ണമാണ്. ഇതും ഈ 2 പ്ലാന്റുകളും ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഞാൻ മനഃപൂർവ്വം ചട്ടികളുടെ സൈസ് കൂട്ടാതിരിക്കുന്നതാണ്, കാരണം ഒത്തിരി വലുതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. വീട്ടിൽ മേടിച്ച് വെക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന 2 പ്ലാന്റ്സ് ഇതാണ്.